ഈ പെണ്ണിത് അവിടെ പോയി കിടക്കുക. ഷെറി, ഡീ ഷെറിയ, എടി എൻ്റെ കുളി കഴിഞ്ഞാ? എന്നാ വാടി, നമുക്ക് ചോറ് തിന്നായിന്നേ, നേരം കൊറേ ആയില്ലേ. ആ അത്താത വരണേ, ഞാൻ ഈ ഡ്രസ് ഒന്നേ അയലും വിട്ടിട്ട് വരാം, അപ്പൊ വരാ. ആ ഇപ്പത്തേക്ക് പോവാനുള്ള ധൃതിയാണ്, ചോറിനാണ് ധൃതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചോറിനാണെന്നുള്ളൊരു ധൃതി ഇല്ല. ആടി അനത് കഴിഞ്ഞിക്കണെങ്കി വന്നാ മതി, ധൃതി ഒന്നും ഇല്ല. ചോദിച്ചതാണ് കഴിഞ്ഞോന്നുള്ളത്. കഴിഞ്ഞ വേൻ ചോറ് തിന്നാലോ എന്ന് കരുതിയിട്ടേ അങ്ങനെ ചോദിച്ചതാണ്. സാവധാനം വന്നാ മതി. താത്ത, നിങ്ങൾ എപ്പോഴാ പോണത്? ചോറിന് പാടിറങ്ങുന്നു. ആ ഷാഫിക്ക പറഞ്ഞതേ ഒരു 3:30 ആകുമ്പോ പോവാന്നാണ്. എൻ്റെ ഉമ്മ എന്നേ ചിലപ്പോ നിങ്ങോട്ട് വരാന്ന് പറഞ്ഞീന്ന്. അപ്പൊ ഇന്നത്തെ പോക്കുണ്ടല്ലോ, അത് ചിലപ്പോ നാളെ ആവും. ഇന്ന് ഞാൻ രാവിലെ ഉമ്മാക്ക് വിളിച്ചിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞതാ അങ്ങോട്ട് ചിലപ്പം വരണ്ടേന്നുള്ളത്. ആ ഇനിയിപ്പോ ഷാഫികാക്ക പോവുകയോളെ നിങ്ങളെ ഉമ്മേ നിങ്ങളെ കാണാനേ ഇങ്ങോട്ട് വരേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ഇനി അങ്ങോട്ട് പോക്കുണ്ടാവില്ലല്ലോ. നിങ്ങളെ ഉമ്മാക്കും അറിയാം മരുവോന് ഇപ്പൊ ഇനി ഇപ്പോഴത്തെ കാലത്തൊന്നും മകളങ്ങോട്ട് വിടൂലെന്നുള്ളതേ. അതാണ് ഉമ്മങ്ങളങ്ങനെ കാണാൻ വരണേ കണ്ട്. ഒന്ന് പോ പെണ്ണെ, ഇങ്ങനെ ഒരു നാവിന് ലൈസൻസ് ചെയ്യാത്ത ഒരു പെണ്ണ്. നല്ല ചിന്ത ഒന്നും എന്റെ മനസ്സിൽ വരൂല ചെറിയ. എന്താ ഇളച്ചിന്റെ മുത്തച്ഛന്റെ സ്നേഹം. ആടിയും ചക്കരയൊന്നും കാര്യമല്ല. ഓ ഇവർ ഈ ആടിയും ചക്കരയും പോലത്തെ സ്നേഹം ആദ്യം ഇല്ലാതാക്കണം. എന്നാലേ ഞാൻ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണം. രണ്ടിനും കൂടി തെറ്റിക്കാനുള്ള വഴിക്കറിയാം. വരട്ടെ, ഏതുവരെ പോകും നോക്കാം ഈ സ്നേഹം. ഇതിപ്പോ ഷെരീഫാത്താക്ക് എല്ലാ സപ്പോർട്ടായിട്ടും ചെറിയ കൂടെ ഉണ്ട്. ഇതേതുവരെ പോകും നോക്കാ. ഇതെങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഇനി ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ലത്താ. സർവ്വസാധാരണയാണ് മാപ്പിളാര് ലീവിന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഭാര്യമാര് സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ പോകൂല. അത് ഓപ്പൺ ആയിട്ട് എത്താനോട് ഞാൻ പറഞ്ഞതല്ലേ. അവസരം കിട്ടും മോളെ എനിക്ക് ഇതൊക്കെ പറയാനിട്ടാ, പകരം വീട്ടാന്. നിന്റെ ഇളച്ചിവിടെ ഇങ്ങനെ പറയുന്നുണ്ട് 2 മാസം കഴിഞ്ഞാലേ ഓനക്കും പോണം, പാസ്പോർട്ടൊക്കെ ഒന്ന് പുതുക്കാൻ കൊടുക്കണം എന്നുള്ളത്. അവസരം കിട്ടും. ആ ശരിയാ, ഈ മേ നോക്കടി ചോറ് വളമ്പാന്. ഞാനേ ഷാഫികാക്കേ ഉണക്കല് വേണമെന്ന് പറഞ്ഞിരുന്നു. സ്രാവ് നില കൊടുന്ന് വെച്ചിരുന്നു. അതാണ് ഇപ്പൊ ഞാൻ ഈ പൊരിക്കുന്നത്. ഈ മേ നോക്ക്, ഈ ഇങ്ങനെ തോർത്ത് തലയിൽ കെട്ടി നടക്കല്ലോ. അത് നമ്മളെ ആണുങ്ങൾക്കും ആങ്ങളാർക്കും ഒക്കെ കേടാണാല. ഈ മേ അത് അയച്ചിട്ടൊരു ഷാള് മാറ്റിയിട്ട് മേ വായോ, അത് നമുക്ക് ചോറ് വളമ്പാ. ഈ ഉമ്മാക്ക് ദേഷ്യം കയറും. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് ഇത്താന്റെ ഈ ഓരോരോ അന്ധവിശ്വാസങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. ഇത്ത ഈ യുഗത്തിലൊന്നല്ല ജീവിക്കുന്നത്. ഇത്ത വെറും പഴഞ്ചനായ ആൾക്കാരന്മാർക്കാണ്. പിന്നെ തോർത്തോട് തലയെ കെട്ടിയിട്ടാണല്ല ആങ്ങളാർക്കും മാപ്പിളാർക്കും പിന്നെ അതിന്റെ കേട് വരിക. അതൊക്കെ വെറുതെയാണ് ഇത്ത വെറുതെ ഓരോന്നിങ്ങനെ. പിന്നെ ഇത്ത പറഞ്ഞത് ശരിയാണ്, ഇമ്മ ചൂടാവും. നമ്മളെ പുന്നാര നാത്തൂന് ഇവിടെ ഇങ്ങനെ കെട്ടിക്കെടുക്കണ്ടല്ലോ വന്നിട്ട്. ആ സാധനം ഇവിടെ ഉള്ളും കാലം ഇമ്മ നമ്മളോട് ചൂടാവുക ചെയ്യും. കുഞ്ഞോളാന്നുണ്ടെങ്കിലോ ഇത്താക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ പെരയിൽ ഉണ്ടാക്കാന്നുള്ളത് ചിന്തിച്ച് നടക്കാണ്. അവൾക്ക് വേറെ ഒരു പണിയില്ല. അല്ല അവളെ അമ്മായിമൊന്നും അവളെ വിളിക്കണില്ലേ. പ്രത്യേകിച്ച് അവളെ മാപ്പിള ഇവിടെ നാട്ടിലുള്ള ആളാണ്. രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോ ചായ ഉണ്ടാക്കി കൊടുക്കണ എന്തെല്ലാം വേണം. അതൊക്കെ അവളെ അമ്മായിമാനെ ഏൽപ്പിച്ചിട്ടും കുട്ടിനെയും തന്നെ അമ്മായിമാരുടെ അടുത്ത് കൊടുത്തിട്ടാണ് അവൾ ഈ ഇവിടെ നിർത്താൻ നിൽക്കുന്നത്. വല്ലാത്തൊരു പെൺകുട്ടി കേട്ടോ ആ പെൺകുട്ടി.
ഈ കുഞ്ഞോളെ പിന്നാലെ എങ്ങനെ നടന്നോ, അവൾ എന്താ കാട്ടുന്നത്, അവൾ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട്. അവളാണെങ്കിൽ അവളെ സ്വഭാവം മാറ്റില്ല, ഈ ആണെങ്കിലോ എൻ്റെ ദേഷ്യം വെറുക്കും മാറ്റില്ല. അവൾ ഈ ഒരു പാഠം പഠിപ്പിക്കുന്ന തോന്നുന്നത് ഈ പോക്ക് പോകുകയെന്നുണ്ടെങ്കിൽ. അവളെ ഞാൻ വെറും ഒരു പാടല്ലത്ത പഠിപ്പിക്കൽ ഇവിടുന്ന് പോകുമ്പോത്തിന്, അവളെ ഞാൻ ഒന്നൊന്നര പാഠം ഞാൻ പഠിപ്പിക്കും. ഈ മേൻ ചെല്ലി. എൻ്റെ മാളൂൻ്റെ ഒടുക്കോ നിൽക്കുന്ന പോവായിന്. എത്ര കാലമായി ഞാൻ ഓളെ കണ്ടിട്ട്. ഓളാണെങ്കിൽ ഇങ്ങോട്ട് വരണമില്ല, ഞാനാണെങ്കിൽ അങ്ങോട്ട് പോക്കും ഇല്ല. കുറേ കാലമായി ഓളെ ഞാൻ കണ്ടിട്ട്. ഓളാണെങ്കിൽ വിളിക്കലും ഇല്ല. ചിലപ്പോൾ ഓളെ മകള് പെറ്റിട്ട് പോവാഞ്ഞിട്ടാവും. ഇക്കാണ് പോവാൻ നേരം കിട്ടണ്ടേ. കുഞ്ഞോളെ കൂട്ടിയൊന്ന് പോവായിന്ന്. കുഞ്ഞോളെ, എടി കുഞ്ഞോളെ. ഈ കാക്ക് വേറെ പണിയൊന്നും ഇല്ലേ? എപ്പോഴും മെസ്സേജ് ഇട്ടുകൊണ്ടാണ് എന്നാ വരണേന്ന് വെച്ച് കാണും. ഇന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണിത്? വൃത്താ പേരെ ചുറ്റോറ് ആദ്യം അടുപ്പിക്കും. നാളെ വരാന്നാ ഇക്ക എന്നോടേ ഒരു 2 മാസത്തോളം ഇവിടെ നിൽക്കാൻ പറഞ്ഞ് കാക്ക. ഷാഫിക്കാക്ക് പോണ വരെ. ഷാഫിക്കാക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 3-4 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞ് ഇപ്പം അടുത്തൊന്നും പോണ്ട, എൻ്റെ കൂടെ കുറച്ച് ദിവസം കൂടി നിൽക്കുക എന്നുള്ളത്. ഏതായാലും കുട്ടീനൊക്കെ എൻ്റെ അമ്മായിമ്മ നോക്കണില്ലേ, പിന്നെ ഇപ്പം എന്താന്നുള്ളത്. അവിടെ ചെന്നിട്ട് ഇപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ്. നമ്മൾ കാക്കാനെ വെറുപ്പിക്കണ്ടല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാക്കന്നെ വേണ്ടേ. അപ്പം ഇനി കാക്ക പറഞ്ഞ പോലെ നിൽക്കല്ലേ. പഠിച്ചോനെ, കാക്കാക്ക് വിളിച്ച് ചോദിക്കാതിരിക്കട്ടെ. ചോദിക്കോ? മേ ചോദിച്ചിട്ട് ഷാഫികാക്ക പറയില്ല ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞിട്ട് ചെയ്യാന്നുള്ളത്. ചോദിക്കൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചോദിച്ചൊന്നുമില്ല. എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് അല്ല. പിന്നെ ആപ്പത്തിന് പോകണമെന്നില്ല. അവിടെ ചെന്ന ഒരു ലോഡ് പാത്രം, ഒരു ലോഡ് തിരുമ്പാൻ സ്വഭാവമാണ്. അത്ര ഞാൻ പോലും. എടി കുഞ്ഞോളെ, ഇന്ന് കാക്കും താത്തിയും പോവുമല്ലേ. അപ്പം എനിക്ക് ഈ റൂമിൽ കിടക്കാം. സ്വന്തം പെരയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി ആകുമ്പോൾ ഡൈനിങ് ഹാളിൽ തന്നെ സ്ഥാനം. എന്താണ് പറഞ്ഞത്, 2 റൂമുണ്ടെങ്കിൽ. കുഞ്ഞോളെ, എന്താ അമ്മ? ഞാൻ ഇവിടെ ഉണ്ട്. എടി നമുക്ക് മാളുമേമാടൊന്ന് പോയാലോ? കൊറേ ആയി ഇമ്മ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്. ഓളും ഇങ്ങോട്ടും വരവില്ല. നമുക്ക് 2ആൾക്കും കൂടിയേ ഇന്നൊന്നോട് പോയാലാ? ഇജിങ്ങോട്ടൊന്ന് വന്നാ ഉമ്മ പറയട്ടെ. ഞാനൊന്നുമില്ല, ഉമ്മനെ ഒറ്റക്കാണ്ട് പോയാൽ മതി. അവിടെ ചെന്നിട്ടുണ്ടെങ്കിലേ ഉപദേശം കേട്ട് മടുക്കും. ആളെ കിട്ടാൻ കാത്തിക്കാണ് ഉപദേശിച്ച് കൊല്ലാന്. ഇന്നല്ലേ ഷെരീഫ് താത്തയും കാക്കും പോണത്. ഇതെന്നെ പറ്റിയ സമയം. പോക്ക് മുടക്കാനേ ഇതിലും പറ്റിയൊരു ചാൻസ് കിട്ടിയെന്ന് വരൂല. ഇന്ന് ഞാനൊരു കലക്കും. അങ്ങനെ ഷെരീഫ് അത് പോണ്ട. എവിടെ കുഞ്ഞോളെ ജി? ഇൻ്റെ ആളൊന്നും പറഞ്ഞില്ല. നമുക്കൊന്ന് പോയിങ്ങാണ്ട് വരിക. ഇച്ചൊന്ന് ആ കുന്ത്രാണ്ട് ആദ്യം എടുത്തുങ്ങാണ്ട് ഒഴിവാക്ക്. 24 മണിക്കൂർ ആ ഫോണുമ്മ തന്നെ കുത്തി കെടുക്കുക. ഇച്ചൊന്നും ഇങ്ങോട്ട് വാ, അമ്മ പറയട്ടെ. അത് വരണേ. ഇക്കും മേമാനെ കാണാനേ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഉമ്മാനോടെ അങ്ങോട്ട് പറയാൻ നിൽക്കേന്ന് നമുക്ക് 2 ദിവസം അവിടെ പോയി നിൽക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെങ്ങനെ പോവുക? ഷെരീഫ് താത്തി ഷാഫികാക്കും ടൂറ് പോവല്ലേ. അവരാണെങ്കിലോ 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അത് ശരിയാണല്ലോ എൻ്റെ ആള് പറഞ്ഞത്. ഓര് 2ആളും കൂടി ആണെങ്കിലോ വല്ലാത്തൊരു വലസലായി പോയും ചെയ്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാനാണെങ്കിൽ പൂദ്യം വെച്ച് പോവാൻ. ഇക്കാന്നുണ്ടെങ്കിൽ ആ ഓർമ്മയില്ല ഒരു 2ആളും ഇന്നാണ് ഇവിടുന്ന് പോണേന്നുള്ള.
ഇവിടെ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു നടന്നല്ല പോണ്ട് 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 എന്നുള്ളത്. പിന്നെ ഷാഫിയാന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞും ചെയ്തിരുന്നു 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇന്നാണെന്നുള്ള ആ ഓർമ്മയില്ല എനിക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ശരിയാണെങ്കിലാ ഇമ്മ ഇല്ലാതെ ഇവിടെ നിൽക്കില്ല. നാസ്രാക്ക് രാവിലെ ജോലിക്ക് നേരത്തെ പോയിട്ടുണ്ടെങ്കിലേ രാത്രി 9 മണി അങ്ങോട്ട് കയറി വരണമെങ്കിൽ. അതുവരെ ഷെറി ഇവിടെ ഒറ്റക്ക് നിൽക്കില്ല. അത് പിന്നെ ഇനി എപ്പോൾ പോവാനാണ്? ഞാനാണെങ്കിലോ ഇക്കാനോടൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കൊടുത്തും ചെയ്ത് നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്നെ കൊണ്ടുപോകാൻ പോരിന്നുള്ളത്. ഇമ്മ വിചാരിച്ചാൽ ഞമ്മക്ക് പോവാം, പക്ഷെ ഉമ്മ വിചാരിക്കണം. ഷെരീഫാത്താനോടും ഷാഫികാക്കാനോടും ഉമ്മ പോണ്ടാന്ന് പറയണം. ഇമ്മ പറയാന്നുണ്ടെങ്കിൽ ഷാഫികാക്ക കേൾക്കും. ഇമ്മാന്റെ വാക്ക് ധിക്കരിക്കാനൊന്നും അത്രക്കുള്ള ധൈര്യമൊന്നും ഷാഫികാക്കില്ല. അതിപ്പോ കുട്ടിയെ ഞാൻ എങ്ങനെ ഓനോട് പറയാ ഒന്ന് പോണ്ടാന്നുള്ളത്? വല്ലാത്തൊരു കട്ടക്കാലായിപ്പോയി. ഇമ്മ ഇങ്ങക്ക് അറിയാഞ്ഞിട്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഷെരീഫാത്ത ഇങ്ങനെ കാക്കാനും കൂട്ടിങ്ങാണ്ട് ടൂറ് പോവാൻ നിന്നിട്ടുണ്ടെങ്കിൽ കാക്കാന്റെ പൈസ മൊത്തം ഇല്ലാതാവും, ഫുള്ള് തൂർത്തടിച്ച് കളയും. ആ കഥ നിങ്ങൾക്ക് വല്ലതും അറിയോ? നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ സപ്പോർട്ട് നിന്നോടത്തോളൂ. എന്ന് തുടത്തിയ വിലസലാണോ ഒരു 2 ആളും കൂടി? എന്താ ഇത് കഥാന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. എനിക്കൊന്നും മനസ്സിലാവണേ എന്താണോ എൻ്റെ കഥ എന്നുള്ളത്. ഇങ്ങക്ക് മാളുമേമാർക്കേ പോണെങ്കിൽ മതി, അല്ല പിന്നെ ഇക്ക് വലിയ നിർബന്ധം നീ പോണം എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊരു പൂതി പറഞ്ഞു തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് പോണ എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളി, ഇല്ലെങ്കിലേ ഇവിടെ ഇരുന്നോളി. നിങ്ങളെ 2 മക്കളൊന്നേ നിങ്ങളെ അഞ്ചത്തിൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടുപോകൊന്നില്ല. ഇതിപ്പോൾ പെട്ടെന്ന് വെച്ചിങ്ങാണ്ട് മാളുമേമാർക്ക് പോകണോ നിങ്ങൾ പോണ്ടാന്ന് പറഞ്ഞിട്ടേ ഓനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുവാണാവോ? പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പോവുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 ദിവസം നിന്നുങ്ങാണ്ടൊക്കെ നമുക്ക് വരാം. ഇപ്പൊ ഇവിടുന്നാണ്ട് പോകുമ്പോ ശരിയാണെന്നെങ്കിൽ ഒറ്റക്ക് നിൽക്കൂല്ല. എല്ലാം മാളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉമ്മാൻ്റെ കുട്ടീനോട്. കാക്ക വന്നിട്ടേ ഇൻ്റെ ആൾക്ക് എന്തെങ്കിലും തന്നാ? മറ്റേത് ആദ്യമൊക്കെ ഉമ്മാൻ്റെ കുട്ടിക്ക് പൈസ ഒക്കെ ആയിട്ട് എന്തെങ്കിലും തരുമോ? അതിനല്ല, ഇപ്പൊ അതെന്തെങ്കിലും തന്നാ? ഗൾഫിലുണ്ടാകുമ്പോൾ ഓൻ അയക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നിരുന്നു. ഈ വന്നതിൻ്റെ ശേഷം ഒരു ഉറുപ്പ്യൊക്കെ തന്നിട്ടില്ല. ഓൻ തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകുമ്പോൾ വല്ല ചുരിദാറോ മാക്സി എടുക്കാൻ എനിക്ക് ഞാൻ പൈസ തരാമെന്ന് വെച്ചിരുന്നു. എനിക്ക് ഒരു ഉറുപ്പ്യ തന്നിട്ടില്ല. ഇമ്മാരുടെ കുട്ടിക്ക് എന്തെങ്കിലും തന്നാ? ഇങ്ങളെ മോന് പൈസയും കുഴിച്ചൊന്നും തന്നിട്ടില്ല. ആദ്യത്തെ കാക്കൊക്കെ എപ്പോഴും പൈസ തരുമായിരുന്നു, എന്ത് പറഞ്ഞാലും പൈസ തരുമായിരുന്നു. ഇപ്പം എങ്ങനെ ഇങ്ങക്ക് തരാത്ത മോനാണ് പിക്ക് തരല്. ഷെരീഫാത്താക്കുണ്ടല്ലോ കൊടുക്കാന്. അപ്പൊ ഷെരീഫാത്താൻ്റെ കാൽക്കീലല്ലേ കാക്കാൻ്റെ ജീവിതം. പൈസ തരാനേ എൻ്റെ കാക്കാൻ്റെ അടുത്ത് പൈസ അവിടെ വന്നപ്പോൾ തുടത്തിയ വെൽസലല്ലേ. വെൽസി ലാസ്റ്റ് എന്താവുകയാണ്? ഓളെ കയ്യുമത്തിയും കാൽമത്തിയും പണ്ടം വെക്കും. അതല്ലാതെ പിന്നെ ഇപ്പം എന്താ കാട്ടല്? ഇക്ക് തോന്നണില്ല ഈ പോക്ക് പോവാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവും ഈ പെരൻ്റെ ഉള്ളിലേ എന്നുള്ളത്. ഇക്ക് അതൊന്നുമല്ല സങ്കടം. ഓനോട് ഈ പേരൊന്ന് പൊളിച്ച് നേരാക്കാൻ പറഞ്ഞിട്ട് അതിനും ഓനക്ക് പറ്റണില്ല. അപ്പോൾ ഓൻ്റെ ദുൽമത്തരല്ലേ, ഓൻ ചെയ്തു തരൂലെന്നുള്ള ദുൽമത്തരല്ലേ, വേറെ ഒന്നുമല്ലല്ലോ. ഓ ഭാര്യാന്ന് വെച്ച നിർദ്ദലയിൽ അങ്ങോട്ട് ഏറ്റി നടക്കല്ലേ. നടക്കട്ടെ ഓന്, ഭാര്യാന്ന് വെച്ചുകൊണ്ട് എൻ്റെ കാക്ക നിർദ്ദല വെച്ച് നടക്കട്ടെ. പക്ഷെ ഉണ്ടല്ലോ ഇവിടുന്ന് 2-3 മാസം കഴിഞ്ഞാൽ പോകും. ഈ 2-3 മാസം കഴിഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ ഓള് ഇതിൻ്റെ ഉള്ളിലല്ലേ നിൽക്കേണ്ടത്. ഓളെ ഈ കളിയും തൊരൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം, എല്ലാതും ഞാൻ കാണിച്ചു കൊടുക്കാം. ഓളെ ഈ തിരിപ്പും ഒക്കെ ഇപ്പൊ പണ്ടത്തെ പോലൊന്നല്ല. എന്നോട് വല്ലാതെ വർത്താനത്തിന് തന്നെ വരണില്ലോന്. ഇങ്ങനത്തെ ഒരു ഇമ്മ ഉണ്ട് എന്നുള്ള ബോധം തന്നെ ഇല്ല. ഷെഫീഖിന്റെ കാര്യം പിന്നെ പറയും വേണ്ട. ഓനക്ക് ഉമ്മ ഉള്ളതും കണക്കാ ഇല്ലാത്തതും കണക്കാ. എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി കളിക്കും. എൻ്റെ 3 മക്കളിൽ ഇജ് മാത്രമുള്ളൂ ഇപ്പം ഉമ്മാനെ സ്നേഹിക്കണത്, 2 ആണുങ്ങളും കണക്കാ. അതൊക്കെ അങ്ങനെ തന്നെയാണ് ഉമ്മ. നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കി. ഇല്ലെങ്കിൽ ഉണ്ടല്ല ഓരാണ്ട് പോകൂട്ടാ. പിന്നെ ഉമ്മാക്കേ മേമാർക്കും പോകാൻ പറ്റൂല, ഒരു കോമാർക്കും പോകാൻ പറ്റൂല. നോക്കി ചോദിച്ചു നോക്കി പോയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മുടക്കാൻ നോക്കി ചെല്ലി. അത് ഞാനേ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് അവരോടൊന്ന് പറഞ്ഞു നോക്കട്ടെ ഇരിക്കിച്ച്. അവിടെ ഇരിക്കട്ടോ. അങ്ങനെ പോള് പോണ്ട. ഞാൻ ഇന്നലെ മനസ്സിൽ വിചാരിച്ച് നടക്കുന്നു എങ്ങനെ മുടക്കും. മുന്നിൽ തന്നെ ഉമ്മന്നെ വയ്യാണ്ട് തുറന്നിട്ടാണ്. ഇനി ബാക്കി ഉമ്മയും മരക്കളും കൂടി ഏറ്റവും
നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞിക്കണില്ലേ ഈ 2-3 ദിവസമൊക്കെ നിക്കുമ്പോഴേ ഇമ്മാക്ക് എന്താണാവും തോന്നുക്ക? ഉമ്മാക്ക് എന്ത് തോന്നാനാണ്? നീ വേഗം ഡ്രസ്സ് മാറ്റി, ഞാൻ കാറ് തിരിച്ചു കിട്ടും. ഭയങ്കര സാധനം തന്നെ. ഷടാ, എന്റെ മറിച്ചേനോടെ ഞാൻ വെച്ച് ഞാൻ എവിടെ ഊരി വെച്ചത്? ആ, കുളിക്കുമ്പോ കുളിമുറി ഊരി വെച്ചിക്കണല്ലേ. ഇനിയിപ്പോ പോകുമ്പോ എടുക്കാം. ഡ്രസ്സ് മടക്കിക്കട്ടെ. ഇത് എന്നിടാൻ വേണ്ടിയിട്ടാണ് എനിക്കത് കൊടുന്നാണ് കാണാൻ സാരി. പല പല പൂതികളും കണ്ടിട്ടുണ്ട്, പക്ഷെ സെറ്റ് സാരി ചുറ്റി കാണുന്ന പൂതി ആദ്യമായിട്ട് കാണാം. അതിന്റെ ഒരു കാര്യം വല്ലാത്ത കാര്യമാണ്. കൊണ്ടുപോകും ഒരു കൂട്ട്. ആകെ 2-3 കൂട്ടെടുത്താൽ മതി. വെറുതെ എന്തിനൊന്നായിട്ട് വാരി വലിച്ച് കൊണ്ടുപോകണത്. പിന്നെ ഇതും കൊണ്ടുപോവാം. ഇതിപ്പോ ഞാൻ മടക്കി വെച്ചതൊക്കെ പോകുന്ന തോന്നുന്നത്. ഓക്കെ, ഈ കൂട്ട് മതി. കേട്ടോ, ഇതിപ്പോ ഇക്ക വണ്ടി തിരിച്ചിട്ടാലും എൻ്റെ മാറ്റലും ഡ്രസ്സ് എടുത്തക്കലൊന്നും തീരൂല. ഇന്നലെ രാത്രി പറഞ്ഞത് എന്നോട് എടുത്തക്കാല്. ശരിയേ ഷെരീഫ, ഈ കണ്ണാന്നുണ്ടെങ്കിൽ ചൊറിഞ്ഞിട്ട് കണ്ണട മാറ്റാനേക്കണം. ഷെരീഫ, ശരിയേ. ചടപ്പ് കുടുങ്ങിപ്പോയില്ലേ, മടി കുടുങ്ങിയ പിന്നെ ഇമ്മക്ക് എന്തിനാ വിളിക്കണേ? ഷെരീഫ, ശരിയാ. രണ്ടും കൂടി റൂമ് കയറി വാതിലടച്ച് തോന്നുന്നു. പണി കഴിഞ്ഞാ പിന്നെ റൂമ് തന്നെയാണ്. അറന്റെ ഉള്ളത് കൊണ്ട് ഇറങ്ങൂല രണ്ടും. ഇമ്മക്ക് എന്തിനാ വിളിക്കണത്? കുഞ്ഞോളിഞ്ഞിപ്പോ അടുത്ത പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയറപ്പ ഇതിപ്പോ നല്ലോണം പോവാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതാവോ? പോയോക്കട്ടെ. ഇമ്മ വിളിച്ചിന്നമ്മ. ആ, ഞാനും കുഞ്ഞോളും കൂടി ഉണ്ടല്ലോ, മാളുമേമാടെ പോവാണ്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇമ്മാക്ക് എന്താണാവോ മാളുമേമാനെ കാണാനേ കൊറേ കാലായി പൂതി വെക്കണ്. ഇപ്പൊ ഏതായാലും പെര നിറച്ച ആളുണ്ടല്ലോ, അനക്കും പേടിയാവൂല, ഷെരീഫാക്കും പേടിയാവൂല. ഞാൻ ഇവിടെ ഇല്ലാച്ചിട്ട് 2 ആണുങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ടേ ഞാനും കുഞ്ഞോളും കൂടി പോയി നിന്നിട്ട് വരാം. എല്ലാ ഷെരീഫ, ഇജ്ജ് എവിടുക്ക മാറ്റിക്കണ്? പുതിയ ഉടുപ്പൊക്കെ ഇട്ടിക്കണല്ല. അത് പിന്നെ ഞങ്ങള് അല്ല, ഇമ്മ എന്തോ ഒന്നും അറിയാത്ത പോലെ ചോദിക്കണേ. ഇമ്മാക്ക് അറിയില്ലേ ഷെരീഫാത്തിയും കാക്കി എവിടുക്ക പോണെന്നുള്ളത്? ഇങ്ങള് ഇന്നാണല്ലേ എവിടുക്കോ പോണെന്ന് പറഞ്ഞത്. ഇമ്മ അത് പറ്റ മറന്നിക്കണ്. ഞാനാണെങ്കിലോ മാളുമേമാനോട് വരാന്ന് പറഞ്ഞും ചെയ്ത്. ഓളാന്നുണ്ടെങ്കിൽ ഇന്നെ കാത്തു നിക്കണും ഉണ്ടാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? പറയണ്ടീനില്ല ഓളോട്. ഇന്റെ മനസ്സിന്നാണ് നിങ്ങൾ പോണ കൂട്ടം പറ്റ മറന്ന് മക്കളെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇന്റെ അമ്മ അഭിനയിച്ച് തകർക്കാണല്ല. ഇന്റെ അമ്മ തന്നെയാണ് പൊന്നുമ്മ. ഇന്നെക്കാട്ടും കാഞ്ഞ ഉളവത്തിയാണല്ല. ഓ, അപ്പൊ കുഞ്ഞോളോട് ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും തലേ കയറിയിട്ടില്ല. അവളെ തിരിപ്പാണല്ലത്. അവൾക്കുള്ള ഞാൻ കാണിച്ചെടുത്തോളാം. പാരണ്ടീനിയിൽ ഓളോട് വരാന്നുള്ളത്. ഇതിപ്പോ 2 കെട്ട നേലായി. ഞാനാണ് ഈ കുഞ്ഞോളും ഞാനും മാറ്റിയും ചെയ്ത്. ഒരപായ ഇതിന്റെ മോളിൽ ഇട്ടാ മതി. ഓളോട് പറഞ്ഞപ്പോ ഓള് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചും ചെയ്ത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങള് പോണില്ലമ്മ, ഇങ്ങളും കുഞ്ഞോളെ പോയിട്ട് പോരി. ഞങ്ങൾ നാളെ പിന്നെ പൊയ്ക്കോണ്ട്. ഇക്ക ഏതായാലും പോവാനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇക്ക പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒരുങ്ങി തന്നെ ഉള്ളൂ. പിന്നെ 2-3 ദിവസം മുന്നേ പറഞ്ഞതാണല്ലോ ഇങ്ങനെ പോണെന്നുള്ളത്. സാരില്ല, നിങ്ങൾ മാളുമേമാർക്ക് പൊയ്ക്കോളി. ഇനി മാളുമേമ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കണ്ടല്ലോ. ഞാനും ചെറിയ ഇവിടെ നിന്നോണ്ട്. അതേതായാലും നന്നായി. അങ്ങനെ പോക്ക് മുടങ്ങി. അങ്ങനെ ആ ഉല്ലാസയാത്ര ആയി.
ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഷാഫി അവിടെ? ഞാൻ പറഞ്ഞോളാം ഓനോട്. ഓനല്ല നേരത്തെ പുറത്തേക്ക് പോണത് കണ്ടീന്ന്. ഓനെവിടെ? കുഞ്ഞോളെ ഇജ്ജ് പോയി മാറ്റാൻ നോക്കൂട്. ഇമ്മ ഇങ്ങള് പോണേന് എന്തിനാണ് ഇത്തിയും കാക്കും പോവാതിരിക്കണ്? അതിന്റെ ഒരു ആവശ്യമില്ല. ഇപ്പളെന്തായി പറഞ്ഞത്? ഓ ഈ നാശ ചെറിയ അതിന്റെ ഇടയിൽ കയറി എന്താ പറഞ്ഞത്? ഷെരീഫാത്ത നിങ്ങൾ മാറ്റിയതല്ലേ പോവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോവാൻ നോക്കി. ഇമ്മങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കണ്ട. അതിനൊക്കെ ഒരു വഴിയുണ്ട് ഉമ്മ. ഷെരീഫാത്താക്കും കാക്കാക്കും പോവുകയും ചെയ്യാം, ഇമ്മാക്കും മാളുമ്മമാർക്ക് പോവുകയും ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതിനൊക്കെ ഒരു വഴിയുണ്ട്. കുഞ്ഞോളെ കുഞ്ഞോളെ ആ എന്താ ചെറിയ? ഞാൻ ഇവിടെ ഉണ്ടടി. ഓ എന്തിനാ അവൾ എന്നെ വിളിച്ചണത്? ഈ സാധനത്തിന്റെ തലയിലാണെങ്കിൽ കുറ്റുബുദ്ധി കുറച്ച് കൂടുതലാണ്. ഉള്ള പ്ലാനിങ്ങും പൊളിങ്ങാ തോന്നണേ.